ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബയോമേറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈക്കോളജി എന്ന പോർഷനിലെ ഫസ്റ്റ് ക്ലാസ്സസ് ആയിട്ടുള്ള സയനോഫൈസിയെയും നോസ്റ്റോക്കും കുറിച്ചാണ്. ഫസ്റ്റ് ക്ലാസ് സയനോഫൈസിനെ കുറിച്ചും അതിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ക്ലാസ് സയനോഫൈസി എന്ന് പറയുന്നത് ബ്ലൂ ഗ്രീൻ ആൽഗിയാണ്. ഫൈക്കോളജി എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് ആൽഗിയാണ്. ആൽഗിയിൽ ഫസ്റ്റ് ക്ലാസ് ആണ് ഈ സയനോഫൈസി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അവിടെ സ്ട്രക്ചറാണ് പറയുന്നത്. ഫസ്റ്റ് ഫിലമെൻറ്റസ് ഫോമിലാണ് അവർ കാണപ്പെടുന്നത്. ഒരുപാട് പേരും യൂണിസെല്ലാർ ആണ്. ആൻഡ് ഓൾസോ ബാക്കിയുള്ളവർ കൊളോണിയലായിട്ട് കാണപ്പെടും. സോ കൊളോണിയലായിട്ട് ആണ് കാണുന്നത്, സോളിറ്ററി അല്ല. ചിലത് യൂണിസെല്ലാറായിട്ടാണ് കാണുന്നത്. അവിടെ ബോഡി എന്ന് പറയുന്നത് ഫിലമെൻ്റ് ലൈക്കായിരിക്കും. അപ്പോൾ ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഈ ബോഡിയിൽ അവർക്ക് ട്രൈക്കോംസ് എന്ന് പറയുന്ന ബോഡി ഓർഗനൈസേഷൻ ഉണ്ട്. ട്രൈക്കോംസ് എന്തെന്ന് പറഞ്ഞാൽ അവരിലെ സെൽസ് കോമൺ ഷീത്ത് കൊണ്ട് കവർ ചെയ്യപ്പെട്ട സെൽസ് ആയിരിക്കും. ആ സെൽസ് ഒരു റോ ആയിട്ട്, ലീനിയർ റോ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കും. ഒരു ഷീത്ത് കൊണ്ട് കവർ ചെയ്യപ്പെട്ട സെൽസിൻ്റെ ഗ്രൂപ്പ് ഓഫ് സെൽസിൻ്റെ ലീനിയർ റോ ഓഫ് അറേഞ്ച്മെൻറ്റിനെയാണ് ട്രൈക്കോംസ് എന്ന് പറയുന്നത്. ഇനി ട്രൈക്കോംസിൻ്റെ ഒരു സ്ട്രക്ചർ എടുത്താൽ ട്രൈക്കോംസിലെ ലാർജും തിക്ക് വോൾഡ് ആയിട്ടുള്ള സെൽസ് പ്രസൻ്റ് ആണ്. അങ്ങനെയുള്ള ആ സെൽസിനെ പറയുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ്. സോ ടിപ്പിക്കലി സയനോഫൈസിയിലെ സെൽസ് എന്ന് പറയുന്നത് പ്രോക്യാരിയോട്ടിക് ആണ്. പ്രോക്യാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോക്യാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സെൽ ഓർഗനൈസേഷനിൽ മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽസും കാണത്തില്ല, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും കാണത്തില്ല. ഇപ്പോൾ ട്രൂ ന്യൂക്ലിയസ് ട്രൂ ബോഡീസ് ഓർഗനൈസേഷൻ ആയിരിക്കത്തില്ല, സെൽ ബോഡി ഓർഗനൈസേഷൻ ആയിരിക്കത്തില്ല. അതിനെയാണ് പ്രോക്യാരിയോട്ടിക് എന്ന് പറയുന്നത്. ഫോൾസിനെയാണ് പ്രോക്യാരിയോട്ടിക്. ഇനി യൂക്യാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽസ് പ്രസന്റ് ആണ്. സോ പ്രോക്യാരിയോട്ടിക് ആണ് സയനോഫൈസിൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇനി സയനോഫൈസി അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്ക് ഒരുപാട് പിഗ്മെന്റ്സ് പ്രസന്റ് ആണ്. അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിഗ്മെന്റ്സ് ഏതെന്ന് പറഞ്ഞാൽ ക്ലോറോഫിൽ എ, ഫൈക്കോസയാനിൻ, അല്ലോഫൈക്കോസയാനിൻ, ഫൈക്കോ എരിത്രിൻ, മൈക്സോസാന്തിൻ, ഓക്സിലസാന്തിൻ, ബീറ്റ കരോട്ടിൻ ആൻഡ് ല്യൂട്ടിൻ. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് പിഗ്മെന്റ്സ് പ്രസന്റ് ആണ്. ഇനി അവയിൽ റിസർവ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് പ്രസന്റ് ആണ്. അങ്ങനെയുള്ള റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജൻ കണ്ടന്റ് ആയിട്ടുള്ള സയാനോഫൈസിൻ സ്റ്റാർച്ചും ഇനി പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള സയാനോഫൈസിനും പ്രസന്റ് ആണ്. ഇനി പ്രോട്ടോപ്ലാസ്റ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ ബോഡി പ്രോട്ടോപ്ലാസ്റ്റ് ഫുള്ളി എടുക്കുമ്പോൾ രണ്ട് ഡിഫറൻഷിയേറ്റഡ് ഏരിയാസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഔട്ടർ ആയിട്ട് വരുന്ന ക്രോമോപ്ലാസം, പിന്നെ വരുന്ന ഇന്നർ ആയിട്ട് വരുന്ന സെൻട്രോപ്ലാസം. ക്രോമോപ്ലാസത്തിന്റെയും സെൻട്രോപ്ലാസത്തിന്റെയും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോസ്റ്റോക്കിൽ പഠിക്കും. ഇനി ഒരു ഫ്ലജെല്ലൻ ഓൾ ടുഗദർ ആയിട്ട് ആബ്സെന്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷനോ സൂസ്പർ ഫോർമേഷനോ ഒന്നും തന്നെ കാണത്തില്ല. നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് നോസ്റ്റോക്ക് ആണ്. അതുകൂടാതെ നമുക്കുള്ള എക്സാമ്പിൾസ് ആണ് അനബീന, ഓക്സിലറ്റോറിയ, ദെൻ ഗ്ലിയോകാപ്സ എക്സെട്ര. സോ ആദ്യത്തെ നമ്മൾ നോസ്റ്റോക്ക് അടിക്കാം. അപ്പോൾ നോസ്റ്റോക്ക് ജസ്റ്റ് എക്സാമിന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർത്തിരിക്കണം അത് ഏത് ബ്രാഞ്ചിലുള്ളതാണ്. ഫൈക്കോളജി ബ്രാഞ്ചിലുള്ള ക്ലാസ് സയനോഫൈസിയിലെയാണ്. ദെൻ അവിടെ ഓർഡറും ഫാമിലിയും കൂടെ പറ്റുവാണെങ്കിൽ ഓർത്തിരിക്കുക. ഓർഡർ നോസ്റ്റോകേൽസും ദെൻ ഫാമിലി നോസ്റ്റോകേഷിയാണ്. സോ അത് രണ്ടും പഠിക്കാം. ഫസ്റ്റ് അവിടെ ഒക്കൂറൻസ് ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നോസ്റ്റോക്ക് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് അവിടെ ഒക്യൂറൻസിലെ കേസിൽ പറയുന്നത് മെയിൻലി അവർ ഒക്യൂർ ചെയ്യുന്നത് ടെറസ്ട്രിയലും അക്വാട്ടിക്കും ഹാബിറ്റേറ്റ്സിലാണ്. മാത്രമല്ല ഫ്രഷ് വാട്ടർ പോൺസിലും പൂൾസിലും പഡിൽസിലും ഒക്കെ കാണപ്പെടുന്നുണ്ട്. ചിലത് ഡാം സോയിൽസിലും പ്രസന്റ് ആണ്. പിന്നെ എൻഡോഫൈറ്റിക് ആയിട്ടും ചിലത് കാണുന്നുണ്ട്. എൻഡോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ വേറെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സീവീഡ്സിലൊക്കെ അകത്തായിട്ട് അവർ കാണപ്പെടുന്ന അല്ലെങ്കിൽ അതിനകത്ത് ജീവിക്കുന്നതിനാണ് എൻഡോഫൈറ്റിക് എന്ന് പറയുന്നത്. സോ ചിലത് എൻഡോഫൈറ്റിക് ആയിരിക്കും, സീവീഡ്സിലൊക്കെ കാണും. ചിലതെന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിലുണ്ട്, പൂൾസിലുണ്ട്, പഡിൽസിലുണ്ട്, പിന്നെന്താ ഡിച്ചസിൽ പ്രസൻ്റ് ആണ്, ഡാം സോൾസിൽ പ്രസൻ്റ് ആണ്, ടെറസ്ട്രിയലും അക്വാട്ടിക്കും കോമൺ ഹാബിറ്റേറ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പം ഇതാണ് മെയിനായിട്ട് വരുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാൻ സിമ്പിളാണ് എങ്കിൽ പഠിക്കുക. ദാറ്റ് എൻ പങ്ക്റ്റിഫോറിയം, പിന്നെ സ്പാരിക്കം, എൻ കൊളീമ ഒക്കെ പറയുന്നുണ്ട്. അത് ഏത് റൂട്ട്സിലാണ് കാണുന്നത് അല്ലെങ്കിൽ ഏത് പാർട്സിലാണ് കാണുന്നത്, സൈക്കസിൻ്റെ റൂട്ടിൽ കാണപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കിയിരിക്കാം. ഇനി പാഡി ഫീൽഡ്സിലും ഇവർ ഗ്രോ ചെയ്യുന്നുണ്ട്. സോയിൽസിനെയൊക്കെ എൻറിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു നൈട്രജൻ ഫെർട്ടിലൈസർ യൂസ് ചെയ്തുകൊണ്ട് ഫെർട്ടിലൈസറായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ഈ എന്ത് ചെയ്യുന്നു, സോയിൽസിനെയൊക്കെ എൻറിച്ച് ചെയ്യുന്നു. പാഡി ഫീൽഡ്സിൽ ഇവർ ഗ്രോ ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഇതായിട്ട് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അവർ സ്റ്റാർ ജെല്ലി എന്ന് അറിയപ്പെടുന്നുണ്ട്. അവരെ സ്റ്റാർ ജെല്ലി എന്ന് അറിയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അവരിലൊരു ജെലാറ്റിനസ് അഗ്രിഗേഷൻ പ്രസൻ്റ് ആണ്. അങ്ങനെ നോസ്റ്റോക്കിന് ഫിലമെൻസിൽ ഇങ്ങനെ ഒരു ജെലാറ്റിനിയസ് ആയിട്ടുള്ള അഗ്രിഗേഷൻ പ്രസൻ്റ് ആയിട്ടുള്ളതിൻ്റെ ഇവരെ
സ്റ്റാർ ജെല്ലി എന്നറിയപ്പെടുന്നു. സ്റ്റാർ ജെല്ലി എന്ന് മാത്രമല്ല വിച്ചസ് ബട്ടർ എന്നും മേഴ്സ് എഗ്സ് എന്നും ഒക്കെ പറയുന്നുണ്ട്. സോ സ്റ്റാർ ജെല്ലി, വിച്ചസ് ബട്ടർ, മോഴ്സ് എഗ് എന്നൊക്കെ പറയപ്പെടുന്നു ആരെ? ഈ ഒരു നോസ്റ്റോക്കിനെ. അപ്പോൾ അവരെ സ്റ്റാർ ജെല്ലി എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് അവരുടെ സ്ട്രക്ചറിലേക്കാണ്. അപ്പോൾ ഒക്കുറൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം എവിടേക്കാണ് വരുന്നത് എന്നൊക്കെ. ഒക്കുറൻസ് എടുത്തൊന്നും ചോദിക്കത്തില്ല. നോസ്റ്റോക്ക് എഴുതുന്ന സമയത്ത് ആയിട്ട് എങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഒക്കുറൻസും കൂടി എഴുതാം. പിന്നെ താലസ് സ്ട്രക്ചറാണ്. അവിടെ സ്ട്രക്ചറിലേക്ക് കടക്കുമ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ നേരത്തെ സയനോഫൈസിയ ജനറൽ ക്യാരക്ടേഴ്സിൽ പറഞ്ഞതുപോലെ നോസ്റ്റോക്ക് എന്ന് പറയുന്നത് കൊളോണിയൽ ആയിട്ടാണ് കാണുന്നത്, ഫിലമെൻറ്റസ് ആയിട്ടാണ് കാണുന്നത്. കൊളോണിയൽ ആണ്, ചിലത് യൂണിസെല്ലാർ ആണ്, ചിലത് ഫിലമെൻറ്റസ് ആണ്. അപ്പം ഫിലമെൻറ്റസ് ആയിട്ടുള്ള ബോഡി ഓർഗനൈസേഷനുള്ള കൊളോണിയൽ ആയിട്ട് കാണപ്പെടുന്ന ബ്ലൂ ഗ്രീൻ ആൽഗയാണ് ഈ നോസ്റ്റോക്ക് എന്ന് പറയുന്നത്. പിന്നെ മ്യൂസിലേജിനിയസ് ആയിട്ടുള്ള ബോൾസിലാണ് ബോൾസ് ആയിട്ടാണ് ഒക്കൂർ ചെയ്യുന്നത്. അത് ആ മ്യൂസിലേജിയസ് ആയിട്ടുള്ള ഷീത്ത് സെക്രീറ്റ് ചെയ്യുന്ന ആ ഒരു അവരുടെ സെൽസ് എല്ലാം ആ ഒരു മ്യൂസിലേജിയസ് ആയിട്ടുള്ള ബോൾസിൽ അകത്തായിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ ദേ ആർ ഒക്വയറിംഗ് ഇൻ ദ ഫോം ഓഫ് എ മ്യൂസിലേജിയസ് ബോൾസ്. ഇനി ഈ ബോൾസ് എന്ന് പറയുന്നത് ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ കളറായിട്ടാണ് കാണുന്നത്. സോ ടോട്ടലി അവർ താലസ് സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ബ്ലൂ ഗ്രീൻ അല്ലെങ്കിൽ ഒലീവ് ഗ്രീൻ കളറായിട്ടാണ് കാണുന്നത്. മ്യൂസിലേജിയസ് ആയിട്ടുള്ള ബോൾസ് രീതിയിലാണ് അവർ കാണുന്നത്. കൊളോണിയൽ അല്ലെങ്കിൽ ഫിലമെൻറ്റസ് ബ്ലൂ ഗ്രീൻ ആൽഗി എന്നാണ് അവർ പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് അവിടെ ഷേപ്പാണ്. ആ മ്യൂസിലേജിയസ് ആയിട്ടുള്ള ബോൾസ് ആയിട്ടാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞില്ലേ. ആ ബോൾസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫെരിക്കൽ അല്ലെങ്കിൽ ഒബ്ലോങ്, എലിപ്സോയിഡൽ, ചിലതെന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ടും കാണപ്പെടും. അപ്പോൾ ഇറഗുലർ ഷേപ്പിലും സ്ഫെരിക്കലായിട്ടും ഒക്കെ കാണപ്പെടുന്ന ഷേപ്പാണ് ഈ മ്യൂസിലേജിയസ് ആയിട്ടുള്ള ബോൾസിന് പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ഇതാണ് ഫസ്റ്റ് അവിടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫിഗറിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ബോൾസ് ആയിട്ട് കാണപ്പെടുന്നത് ഇങ്ങനെ ഒരു ഷീറ്റ് കൊണ്ട് കവർ ചെയ്യപ്പെട്ട ഇങ്ങനെ ബോൾസ് ആയിട്ട് അടുക്കി മാലകൾ പോലെ കോർത്തിരുന്നാണ് അവിടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഓരോ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഫിഗർ നിങ്ങൾ നോക്കി ആ ഒരു മ്യൂസിലേജിയസ് ബോൾസ് എങ്ങനെ അവർ പറയുന്നതെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നമ്മൾ പറഞ്ഞു ട്രൈക്കോംസ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു സയനോഫൈസിങ് ഗ്രൂപ്പ്സിന്. അപ്പോൾ ഇവർക്കും ട്രൈക്കോംസ് പ്രസൻ്റ് ആണ്. ഈ ട്രൈക്കോംസ് നമ്മളീ പറഞ്ഞ മ്യൂസിലേജിയസ് ആയിട്ടുള്ള ബോൾസ് അല്ലെങ്കിൽ ആ എൻവലപ്സിനകത്ത് എംബഡഡ് ചെയ്താണ് കാണുന്നത്. അങ്ങനെ എംബഡഡ് ചെയ്ത് കാണപ്പെടുമ്പോൾ ഈ ട്രൈക്കോംസ് ഒരു ബോൾ ഷേപ്ഡ് കോളനി ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ സോ ട്രൈക്കോംസ് അകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു കൊളോണിയൽ ആയിട്ടുള്ള ബോൾ ഷേപ്ഡ് അല്ലെങ്കിൽ മ്യൂസിലേജിയസ് ബോൾസ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സ്ട്രക്ചറാണ് അവിടെ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു മ്യൂസിലേജിയസ് ആയിട്ടുള്ള എൻവലപ്പ് ഉണ്ട്. ഈ മ്യൂസിലേജിയസ് ആയിട്ടുള്ള എൻവലപ്സ് ഒരു ഫേം ബൗണ്ടറിയാണ് അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സിംഗിൾ സൈഡ് ആയിട്ടുള്ള സെൽസ് എല്ലാം കൂടെ അടുക്കി വെച്ചേക്കുന്ന പോലെ ഒരു ഫേം ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആണ് ഈ മ്യൂസിലേജിയസ് എൻവലപ്പ് ഇതുപോലെ നമ്മളൊരു മാലയിലെ മുത്തുകൾ കോർത്തു വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മ്യൂസിലേജിയസ് ആയിട്ടുള്ള എൻവലപ്പ് മോർ ഓർ ലെസ് ഫേം ബൗണ്ടറിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എൻ കമ്മ്യൂണി എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ അല്ലെങ്കിൽ നോസ്റ്റോ കമ്മ്യൂണി എന്ന് പറയുന്നത് ഒരു ലെതറി എക്സ്പാൻഷൻ ആണ്. അത് മോയിസ്റ്റ് സോയിൽസിലേക്ക് ഒരു ലെതറി എക്സ്പാൻസസ് കാണിക്കുന്നതാണ് എൻ കമ്മ്യൂണി എന്ന് പറയുന്നത്. അതിടയ്ക്ക് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. നമ്മൾ പറഞ്ഞു ഫിലമെൻറ്റ്സ് അല്ലെങ്കിൽ ട്രൈക്കോംസ് പ്രസൻ്റ് ആണ്. ട്രൈക്കോംസിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ യൂണിസീരിയേറ്റഡ് ആയിട്ടാണ് അവർ കാണുന്നത്. ബ്രാഞ്ച്ഡ് ആയിരിക്കത്തില്ല, അൺബ്രാഞ്ച്ഡ് ആണ്. പിന്നെന്ന് പറയുന്നത് മൊളിനിഫോം അപ്പിയറൻസ് എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊണോലിഫോം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ മാലകളിലെ ബീഡ്സ് കോർത്തു വെച്ചേക്കുന്നത് പോലെയാണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ ബീഡ്സ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രിങ് ആയിട്ട് അവരുടെ ആ അറേഞ്ച്മെൻറ്റിനെയാണ് മൊണോലിഫോം അപ്പിയറൻസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് അവർ കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അവർ കർവ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ട്വിസ്റ്റ് ആയിട്ടൊക്കെ കാണപ്പെടും. ഇപ്പം നമ്മൾ ഫിഗറിൽ കാണിക്കുന്നത് പോലെ ഫുൾ ലെന്ത് ആയിട്ടല്ലേ കാണുന്നത്, കർവ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ആയിട്ടൊക്കെയാണ് കാണുന്നത്. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ ട്രൈക്കോംസ് അറേഞ്ച് ചെയ്തേക്കുന്ന ആ ഓവറോൾ ഷേപ്പാണ്. ഇനി നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രൈക്കോം എടുക്കുകയാണെങ്കിൽ അവരെ എൻഷേപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ കവർ ചെയ്തുകൊണ്ട് മ്യൂസിലേജിയസ് ആയിട്ടുള്ള കോട്ടിംഗ് ഉണ്ട്. ഇത് ഹൈലൈൻ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ കളേർഡ് ആയിട്ടും കാണപ്പെടാം. കളേർഡ് ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഹൈലൈൻ ആയിട്ടുള്ള മ്യൂസിലേജ് കവർ ഈ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രൈക്കോംസിനെയും കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതിലാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഇനി ഈ ഒരു ഷീത്തിന് നമ്മൾ പറഞ്ഞു ഷീത്ത് കൊണ്ട് കവേർഡ് ആണ്. ഈ ഷീത്തിൽ ഒരുപാട് സെല്ലുലോസ് ഫൈബ്രിൽസ് പ്രസൻ്റ് ആണ്. ഈ സെല്ലുലോസ് ഫൈബ്രിൽസ് റെറ്റിക്കുലേറ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. ഇങ്ങനെ റെറ്റിക്കുലേറ്റ്ലി അറേഞ്ച് ചെയ്ത് ഇങ്ങനെ സെല്ലുലോസ് ഫൈബ്രിൽസ് കാണപ്പെടുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു ഹോമോജീനിയസ് ആയിട്ടുള്ള അപ്പിയറൻസ് കൊടുക്കുന്നത്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ആയിട്ട് അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒരുപോലെ കാണപ്പെടുന്ന അപ്പിയറൻസ്, അതിനെ ഹോമോജീനിയസ്
എന്ന് പറയുന്നത്. ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ആയിട്ട് കാണുക, ഡിഫറൻറ്റ് ഷേപ്സിലൊക്കെ കാണുന്നതാണ് ഹെട്രോജീനിയസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള അപ്പിയറൻസ് അവർക്ക് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഷീത്തിൽ ഒരുപാട് സെല്ലോസ് ഫൈബ്രിൽസ് പ്രസൻ്റ് ആണ്. ഈ സെല്ലോസ് ഫൈബ്രിൽസ് എല്ലാം തന്നെ റെറ്റിക്കുലേറ്റ്ലി അറേഞ്ച് ചെയ്തിട്ട് കാണപ്പെടുന്നു. അപ്പം ഇങ്ങനെ റെറ്റിക്കുലേറ്റ്ലി അറേഞ്ച് ചെയ്ത് കാണപ്പെടുന്നതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഹോമോജീനിയസ് ആയിട്ടുള്ള അപ്പിയറൻസ് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞു മ്യൂസിലേജിയസ് ആയിട്ടുള്ള എൻവലപ്പ് കൊണ്ട് കവർ ചെയ്യപ്പെട്ട ഒരുപാട് ട്രൈക്കോംസ് പ്രസന്റ് ആണ്. മ്യൂസിലേജിയസ് ബോൾസ് ആയിട്ട് ഇങ്ങനെ മൊണോലിഫോം അപ്പിയറൻസ് പോലെയാണ് ഇവർ കാണുന്നത്. ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ട്രൈക്കോംസ് എടുക്കുകയാണെങ്കിലും അവരെ എൻഷീത്ത് ചെയ്തുകൊണ്ട് മ്യൂസിലേജ് കോട്ടിങ്സ് കാണാം. ഈ ഷീത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, കളേർഡ് ട്രാൻസ്പെറൻറ്റ് ഹൈലൈൻ ആണ്. പിന്നെ അവരിൽ സെല്ലോസ് ഫൈബ്രിൽസ് പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഹോമോജീനിയസ് ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് കൊടുക്കുന്നത്. ഇനി ഓരോ ഫിലമെന്റ് നമ്മൾ പറഞ്ഞു ഫിലമെന്റ്സ് അല്ലെങ്കിൽ ട്രൈക്കോംസ്, ഓരോ ഫിലമെന്റ്സിലും ലാർജ് നമ്പർ ഓഫ് സ്ഫെരിക്കൽ സെൽസ് പ്രസന്റ് ആണ്. ഓരോ ട്രൈക്കോംസ് എടുക്കുകയാണെങ്കിലും അതിനകത്തായിട്ട് ലാർജ് നമ്പർ ഓഫ് സ്ഫെരിക്കൽ സെൽസ് പ്രസന്റ് ആണ്. ഈ സ്ഫെരിക്കൽ സെൽസിന്റെ വോൾസ് എന്ന് പറയുന്നത് കോൺസ്ട്രിക്റ്റഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പം ഇവർക്ക് ഒരു ബീഡഡ് ആയിട്ടുള്ള അപ്പിയറൻസ് കൊടുക്കുന്നത് ഇതിനും ഈ ഒരു ഫാക്ടറും കാരണമാവുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന സെൽസ് പ്രസന്റ് ആണ് എന്ന് നമ്മൾ നേരത്തെ ഫീച്ചേഴ്സ് പറഞ്ഞു. ഈ ട്രൈക്കോംസിന്റെ അകത്താണ് എന്ത് വരുന്നത്, ഈ ഹെട്രോസിസ്റ്റ് പറയുന്നത്. അപ്പോൾ ഓരോ ട്രൈക്കോംസിലും ഹെട്രോസിസ്റ്റ് പ്രസന്റ് ആണ്. അപ്പം ഹെട്രോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഇന്റർവെൽസിൻ്റെയും ഇടയിലായിട്ട് ഇന്റർവെൽസിലെ ഫിലമെന്റ്സിൽ അല്ലെങ്കിൽ ഈ ട്രൈക്കോംസിൽ ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള കളർലെസ് സെൽസ് ആയിട്ടുള്ള ഹെട്രോസിസ്റ്റ് പ്രസന്റ് ആണ്. സോ ഹെട്രോസിസ്റ്റ് സെൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ സെൽസ് ആയിട്ടാണ് കാണുന്നത്, കളർലെസ് സെൽസ് ആയിരിക്കും. ഇത് ടെർമിനൽ അല്ലെങ്കിൽ ഇന്റർകാലറി പൊസിഷൻസിലായിട്ടായിരിക്കും കാണുന്നത്. അപ്പം ഹെട്രോസിസ്റ്റ് എന്താണെന്ന് ഇപ്പം നമ്മൾ ആ നേരത്തെ കാണിച്ച ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു, ബീഡഡ് ആയിട്ടുള്ള അപ്പിയറൻസ് അല്ലെങ്കിൽ മൊണോലിഫോം അപ്പിയറൻസിലായിട്ട് നോസ്റ്റോക്ക് കാണപ്പെടുന്നു. അതിനിടയിലായിട്ട് ഇങ്ങനെ ഒരു കോൺസ്ട്രിക്റ്റ് വോൾസ് പോലെ ഹെട്രോസിസ്റ്റ് പ്രസന്റ് ആണ്. ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത് ലാർജ് സൈസ്ഡ് ആണ്, കളർലെസ് ആണ്. അത് രണ്ട് ഇന്റർകാലറി പൊസിഷൻസിൽ അല്ലെങ്കിൽ ടെർമിനൽ പൊസിഷൻസിലൊക്കെ ഇവർ കാണപ്പെടും. അതിനെയാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. ആ ബീഡഡ് അപ്പിയറൻസിൽ ആ ഒരു ഹോമോജിനസ് അപ്പിയറൻസിന് ഇടയിലായിട്ട് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സെല്ല് വരുന്നത് അത് ഹെട്രോസിസ്റ്റ് ആണ്. അത് കുറച്ചും കൂടെ ലാർജ് സൈസ്ഡ് ആണ്. അത് മാത്രമല്ല അതിന് കളറും കാണത്തില്ല. അതിനെയാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. ഹെട്രോസിസ്റ്റിന് വേറെ ഫംഗ്ഷൻ ഉണ്ട്. ഹെട്രോസിസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു റീജിയനാണ് ഈ നോസ്റ്റോക്കിലുള്ള. അപ്പോൾ ഹെട്രോസിസ്റ്റ് എന്താണെന്ന് നമുക്ക് അല്ലാണ്ട് എടുത്ത് പഠിക്കാനുണ്ട്. അപ്പം ഇത്ര മാത്രം ഹെട്രോസിസ്റ്റ് പഠിച്ചു വെച്ചേക്കാം. എവിടെയാണ് ഹെട്രോസിസ്റ്റ് കാണുന്നതെന്ന് മാത്രം പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് താലസ് സ്ട്രക്ചറാണ്. ഇനി അവിടെ സെൽ സ്ട്രക്ചർ എടുക്കാം. അപ്പോൾ സെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സെൽസിനകത്തുള്ള സ്ട്രക്ചേഴ്സ്, സെൽസിലുള്ള ലേയേഴ്സ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സെൽ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അവിടെ സെൽസ് എന്ന് പറയുന്നത് സ്ഫെരിക്കൽ ആയിട്ടാണ് കാണുന്നത്. സ്ഫെരിക്കൽ സെൽസ് ആണ്. ആൻഡ് ആൽസോ സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ ചിലത് ബാരൽ ഷേപ്ഡ് ആണ്. അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഫിഗറിനകത്ത് നമുക്ക് തന്നെ സെറിക്കൽ എന്നും പറയാം, ഓവൽ എന്നും പറയാം, സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ ബാരൽ ഷേപ്ഡ് ആയിട്ടെന്ന് പറയാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോകാരിയോട്ടിക് സെൽസ് ആണ്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും പ്രസന്റ് അല്ല. അപ്പോൾ സെൽസ് ഫേം ആയിട്ടാണ് കാണുന്നത്. റിജിഡ് ആയിട്ടുള്ള പോളിമെറിക് സെൽ വോൾസ് പ്രസന്റ് ആണ്. മ്യൂക്കോ പോളിമെറിക് സെൽ വാൾക്ക് പ്രസന്റ് ആണ്. സോ മ്യൂസിലേജ് ആയിട്ടുള്ള ഒരു കവറിങ് അവർക്ക് ചുറ്റും പ്രസന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾ ഫിഗർ നോക്കുക. ഇപ്പോൾ ഫിഗറിൽ നോക്കുന്നത് പോലെ സെൽ വാൾ മ്യൂസിലേജിയസ് ആയിട്ടുള്ള കവറിങ് ആണ്. അതുതന്നെ അവർ മ്യൂക്കോ പോളിമെറിക് സെൽ വാൾസ് എന്നാണ് പറയുന്നത്. ഇനി അവിടെ ഓവറോൾ സെൽ എടുക്കുകയാണെങ്കിൽ 2 ലേയേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഔട്ടർ ലെയറും രണ്ടെന്ന് പറയുന്നത് ഇന്നർ ലെയറും. ഇന്നർ ലെയർ എന്ന് പറയുന്നത് മ്യൂക്കോ പെപ്റ്റൈഡ് കമ്പോണന്റ് ഉള്ളതാണ്. ഇന്നർ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയൽ സെൽ വോൾസിലൊക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മ്യൂക്കോ പെപ്റ്റൈഡ് കമ്പോണന്റ് ഉള്ള ഇന്നർ ലെയർ എന്ന് പറയുന്നത്. ഈ സെൽ വാളിനകത്തായിട്ട് സൈറ്റോപ്ലാസ്മിക് മെമ്പറൈൻസും പ്രസന്റ് ആണ്. ഇനി പ്രോട്ടോപ്ലാസം ഉണ്ട്. പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് ഒരു മാർജിനലും കളേർഡ് ആയിട്ടാണ് കാണുന്നത്. ഈ പ്രോട്ടോപ്ലാസത്തിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് ക്രോമോപ്ലാസം, രണ്ടെന്ന് പറയുന്നത് സെൻട്രോപ്ലാസം. ക്രോമോപ്ലാസം എന്ന് പറയുന്നത് മാർജിനലായിട്ട് കളേർഡ് ആയിട്ടുള്ളതാണ് ക്രോമോപ്ലാസം. സെൻട്രോപ്ലാസം എന്ന് പറയുന്നത് സെൻട്രലും ഹൈലൈനുമാണ്. അപ്പോൾ സെൻട്രൽ പൊസിഷനിൽ കാണുന്നതാണ് ഏതെന്ന് പറയുന്നത് സെൻട്രോപ്ലാസം. അത് ഹൈലൈൻ അപ്പിയറൻസ് ആണ്. ഇനി ക്രോമോപ്ലാസം എന്ന് പറഞ്ഞാൽ മാർജിനലായിട്ട് കാണുന്നു. ആൻഡ് ആൾസോ കളേർഡ് ആയിട്ടാണ് കാണുന്നത്. അതിനെയാണ് ക്രോമോപ്ലാസം എന്ന് പറയുന്നത്. ഇനി ഈ ക്രോമോപ്ലാസവും സെൻട്രോപ്ലാസവും നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്.
ഫസ്റ്റ് നമുക്ക് ക്രോമോപ്ലാസം നോക്കുകയാണെങ്കിൽ ഇത് ഫോട്ടോസിന്തറ്റിക് ലാമെല്ലേസ് അല്ലെങ്കിൽ ടൈലക്കോയിഡ്സിനെയൊക്കെ പ്രസന്റ് ആയിട്ടുള്ളതാണ്. ഈ ക്രോമോപ്ലാസത്തിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. കളേർഡ് പിഗ്മെന്റ്സും ക്രോമോപ്ലാസത്തിൽ പ്രസന്റ് ആണ്. കളേർഡ് പിഗ്മെന്റ്സിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്ലോറോഫിൽ എ, ബീറ്റ കരോട്ടിൻ, മ്യൂക്കോസാന്തൻ, മ്യൂക്കോസാന്തോഫിൽ ഒക്കെ ഉണ്ട്. ആൻഡ് ആൾസോ ബയലോ പ്രോട്ടീൻസും ഉണ്ട്. ബയലോ പ്രോട്ടീൻസിന് പറയുന്ന പേരെന്ന് പറയുന്നത് സയാനോഫൈസിൻ, ഫൈക്കോസയാനിൻ ഒക്കെയാണ്. ആൻഡ് ആൾസോ സയാനോഫൈസിൻ, ഫൈക്കോഎരിത്രിൻ. അപ്പം ഈ പിഗ്മെന്റ്സിന്റെ ഒക്കെ എല്ലാം പേരുകൾ പഠിച്ചു വെച്ചേക്കാം. അപ്പം ഈ പിഗ്മെന്റ്സ് എല്ലാം കാണപ്പെടുന്നത് എവിടെയാണ്? ക്രോമോപ്ലാസത്തിലാണ്. പ്രോട്ടോപ്ലാസത്തിലെ ക്രോമോപ്ലാസത്തിലേക്കാണ് കാണുന്നത്. സോ ഇത് കുറച്ച് ടഫാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ നോട്ട് വെച്ചിട്ട് പഠിക്കണം. നമുക്ക് ഒരുപാട് അവോയ്ഡ് ചെയ്യായിട്ടുള്ള പോയിന്റ്സ് ഒന്നുമില്ല. ഇങ്ങനെ തന്നെ ചോദിക്കും. ചിലപ്പം സെൽ സ്ട്രക്ചറിൽ പ്രോട്ടോപ്ലാസം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിക്കും. അപ്പം നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തണം. ഇനി അവിടെ പിഗ്മെന്റ്സ് നമ്മൾ പറഞ്ഞു, ക്രോമോപ്ലാസത്തിൽ പിഗ്മെന്റ്സ് പ്രസന്റ് ആണെന്ന് പറഞ്ഞു. ഈ കളേർഡ് ആയിട്ടുള്ള പിഗ്മെന്റ്സ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് സാക്കിലേക്ക് ലാമലേസിലാണ്. ഇങ്ങനെയുള്ള ആ സാക്കിലേക്ക് ലാമലേസിനെ പറയുന്ന പേരാണ് തൈലക്കോയിഡ്സ്. അത് നമ്മൾ അല്ലാണ്ട് സെൽസ് പഠിക്കുന്ന സമയത്തും ഇപ്പോൾ ക്ലോറോഫിലൊക്കെ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ സാക്കിലേക്ക് തൈലക്കോയിഡ്സിലാണ്. അപ്പോൾ അതുപോലെ ഇവിടെയും പിഗ്മെന്റ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സാക്കിലേക്കായിട്ടുള്ള ലാമലേസിലാണ്. അതിനെ പറയുന്ന പേരാണ് തൈലക്കോയിഡ്സ്. അത് നമുക്ക് ഇപ്പം ആ ഫിഗറിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ തൈലക്കോയിഡ്സ് അതുപോലെ ക്രോമോപ്ലാസത്തിൽ അല്ലെങ്കിൽ മാർജിനിൽ കളേർഡായിട്ട് കാണപ്പെടുന്ന ക്രോമോപ്ലാസത്തിലാണ് കാണുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൻട്രോപ്ലാസമാണ്. സെൻട്രോപ്ലാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരിലെന്ന് പറഞ്ഞാൽ DNA-യും RNA-യും പ്രസന്റ് ആയിട്ടുള്ളത്. സോ DNA-യും RNA-യും പ്രസന്റ് ആയിട്ടുള്ളത് സെൻട്രോപ്ലാസത്തിലാണ്. അപ്പം അവിടെ സെൽസ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഒന്നും തന്നെ പ്രസന്റ് അല്ല. ആരുടെ സെൽസിനാണ്? ഈ ഒരു സൈനോഫൈസിയൻ ടൈപ്പിലെ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈനോഫൈസിയൻ ടൈപ്പിലെ സെൽസിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഒന്നും പ്രസന്റ് അല്ല. ന്യൂക്ലിയസ് വിത്ത് ന്യൂക്ലിയർ മെമ്പറൈനും ന്യൂക്ലിയോലെസും ഒന്നും പ്രസന്റ്. ഇപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അതിനൊരു ന്യൂക്ലിയർ മെമ്പറൈൻ വേണം, ന്യൂക്ലിയോലെസും വേണം. അപ്പം ഇങ്ങനെയുള്ള ഒരു ട്രൂ ന്യൂക്ലിയസ് അല്ല ആർക്കുള്ളത്? ഈ ഒരു ക്രോമോപ്ലാസത്തിന് ഉള്ളത്. ക്രോമോപ്ലാസത്തിൽ അല്ലെങ്കിൽ സെൻട്രോപ്ലാസത്തിലുള്ളത് അത് ആരുടെ സെല്ലാണ്? സൈനോഫൈസിയൻ ടൈപ്പിലെ സെല്ലാണ്. മാത്രമല്ല മെമ്പറൈൻ ബൗണ്ട് ഓർഗനൽസ് കാണപ്പെടുന്നില്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ലൈക്ക് മെമ്പറൈൻ ബൗണ്ട് ഓർഗനൽസിന് എക്സാമ്പിളായിട്ട് പറഞ്ഞ ഏതൊക്കെയാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഡിക്റ്റോസോംസ്, മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്. അതൊന്നും തന്നെ ഇല്ല ഈ ഒരു സൈനോഫൈസിയൻ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗിയുടെ ക്രോമോപ്ലാസത്തിൽ അല്ലെങ്കിൽ സെൻട്രോപ്ലാസത്തിനായിട്ടില്ല. മാത്രമല്ല വാക്യൂൾസും പ്രസന്റ് അല്ല. റിസർവ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് സൈനോഫൈസിയൻ സ്റ്റാർച്ച് ആയിട്ടോ സൈനോഫൈസിയൻ പ്രോട്ടീൻ ഗ്രാനുൾസ് ആയിട്ടൊക്കെ കാണുന്നത്. വാക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഫുഡ് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യാനാണ്. പക്ഷേ വാക്യൂൾസ് പ്രസന്റ് അല്ല. അവരുടെ ഫുഡ് മെറ്റീരിയൽസ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജനും പ്രോട്ടീൻസുമായിട്ടാണ്. ഗ്ലൈക്കോജനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സൈനോഫൈസിയൻ സ്റ്റാർച്ചും, പിന്നെ പ്രോട്ടീൻ ആയിട്ട് വരുന്നത് സൈനോഫൈസിയൻ പ്രോട്ടീൻ ഗ്രാനുൾസ് ആണ്. ഈ രീതിയിലാണ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് കാണുന്നത്. അപ്പോൾ ഒരിക്കലും വാക്യൂൾസിൽ സ്റ്റോർ ചെയ്യപ്പെട്ടല്ല കാണുന്നത്. ആൻഡ് ആൾസോ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസോ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസോ ഒന്നും തന്നെ ആർക്ക് പ്രസന്റ് അല്ല? ഈ ഒരു സൈനോഫൈസിയൻ ടൈപ്പിൽ ഉള്ള സെൽസിന് പ്രസന്റ് അല്ല. സോ സെൽസ് രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അവരുടെ പ്രോട്ടോപ്ലാസം, അതിൽ സെൻട്രോപ്ലാസവും ക്രോമോപ്ലാസവും. സെൻട്രോപ്ലാസത്തിലുള്ള പ്രത്യേകത, ക്രോമോപ്ലാസത്തിലുള്ള പ്രത്യേകത. ഓവറോൾ നമ്മൾ അവരുടെ സെൽസിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ എന്താണ്? സ്ഫെറിക്കൽ ആയിട്ടുള്ള സെല്ലാണ്, 2 ലേയേഴ്സ് ഒക്കെ ഉണ്ട്. ബട്ട് അവിടെ സെൽസിൽ എടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള സെൽ ടൈപ്പ് ആണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ പോയിന്റ് കിട്ടും. പ്രോകാരിയോട്ടിക് ആണെങ്കിൽ ന്യൂക്ലിയസ് ഒരിക്കലും ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ് അല്ല, വിത്തൗട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് വിത്തൗട്ട് ന്യൂക്ലിയോലസ്. ആൻഡ് ദർ ഇസ് നോ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ്, ദർ ഇസ് നോ വാക്യൂൾസ്, റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. ഏത് രീതിയിലാണ്? അതവിടെ നമുക്ക് 2 പോയിന്റ്സ് കാണാൻ പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? സൈനോഫൈസിയൻ സ്റ്റാർച്ചും സൈനോഫൈസിയൻ പ്രോട്ടീൻ ഗ്രാനുവൽസും. പിന്നെ ഒരുപാട് കളേർഡ് പിഗ്മെന്റ്സ് പ്രസന്റ് ആണ്. ഈ കളേർഡ് പിഗ്മെന്റ്സ് എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് എവിടെയാണെന്നും പഠിക്കണം. അപ്പോൾ ഈ കളേർഡ് പിഗ്മെന്റ്സിനൊക്കെ പറയുന്ന കുറച്ച് എക്സാമ്പിൾസും കൂടെ പഠിച്ചു വെച്ചേക്കാം. എല്ലാം പഠിച്ചില്ലെങ്കിലും ഒരുവിധം ഉള്ള ഒരു 4-5 പോയിന്റ്സ് എങ്കിലും 4-5 പിഗ്മെന്റ്സിന്റെ പേരെങ്കിലും പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സ്ട്രക്ചറാണ് ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെറ്ററോസിസ്റ്റ് എവിടെയാണ് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. എവിടെയാണ് കാണുന്നത്? ടെർമിനൽ പൊസിഷൻ അല്ലെങ്കിൽ ഇന്റർകാലറി പൊസിഷനിലായിട്ട് ലാർജ് സൈസ്ഡും കളർലെസ് ആയിട്ടുള്ള സെൽസിനെയാണ് ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹെറ്ററോസിസ്റ്റ് അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റിൽ ഇവിടെയും പറയുന്നത്. ലാർജ് സൈസ്ഡ് ആണ്, കളർലെസ് സെൽസ് ആണ്, അതിനെയാണ് ഹെറ്ററോസെൽസ് എന്ന് പറയുന്നത്. തിക്ക് വോൾഡ് ആയിട്ടാണ് അവർ കാണുന്നത്, ലാർജ് ആണ്, സ്പെരിക്കൽ ആയിട്ടാണ് കാണുന്നത്. ഇവരിലെന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ആയിട്ടുള്ള ഡെൻസ് കണ്ടൻസ് പ്രസന്റ് ആണ്. ജനറലി ഇവർ യെല്ലോ കളേർഡ് ആയിട്ടാണ് കാണുന്നത്. മാത്രമല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള ഗ്രാനുൾസ് ഒക്കെ ഇവർക്ക് പ്രസന്റ് ആണ്. അപ്പോൾ ഈ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഗ്രാനുൾസ് പ്രസന്റ് ആയിട്ടുള്ള ഹെറ്ററോസിസ്റ്റിനെയാണ് പോളാർ നോഡ്യൂൾ എന്ന് പറയുന്നത്.
ഇപ്പോൾ ഹെറ്ററോസിസ്റ്റ് രണ്ട് പൊസിഷനിൽ കാണപ്പെടുന്നു നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ടെർമിനൽ പൊസിഷനിലും കാണപ്പെടാം, ഇന്റർകലറി പൊസിഷനിലും കാണപ്പെടാം. ടെർമിനൽ പൊസിഷനിലുള്ള ഹെറ്ററോസിസ്റ്റിനാണെങ്കിൽ ഒരൊറ്റ പോളാർ നോഡ്യൂൾസേ കാണപ്പെടുന്നുള്ളൂ. പക്ഷേ ഇന്റർകലറി ഹെറ്ററോസിസ്റ്റിനാണെങ്കിൽ രണ്ട് പോളാർ നോഡ്യൂൾസ് കാണപ്പെടും. സോ അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ രണ്ട് പൊസിഷനിൽ കാണപ്പെടാം. ടെർമിനൽ ഹെറ്ററോസിസ്റ്റ് ആണെങ്കിൽ അവർക്ക് ഒറ്റ പോളാർ നോഡ്യൂൾസേ ഉള്ളൂ. പോളാർ നോഡ്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോമിനൻ്റ് ആയിട്ടുള്ള ഗ്രാന്യൂൾസ് ആണ്. പോളാർ പോൾസ് ഹെറ്ററോസിസ്റ്റിന്റെ പോളാർ ആയിട്ട് വരുന്ന പോൾസിൽ പോളാർ പോൾസ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഗ്രാന്യൂൾസ് ആയിട്ട് കാണപ്പെടും. ആ പോളാർ നോഡ്യൂൾസ് ഒരെണ്ണമാണ് കാണപ്പെടുന്നത്. അത് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഹെറ്ററോസിസ്റ്റ് ടെർമിനൽ ഹെറ്ററോസിസ്റ്റ് ആയിരിക്കും. ഇനി ഇന്റർകലറി ഹെറ്ററോസിസ്റ്റിലാണെങ്കിൽ അവർക്ക് രണ്ട് പോളാർ നോഡ്യൂൾസ് പ്രസന്റ് ആണ്. ഈ ഹെറ്ററോസിസ്റ്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ വെജിറ്റേറ്റീവ് സെൽസിന്റെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് വെജിറ്റേറ്റീവ് സെൽസ് എന്ത് ചെയ്യുന്നു? തിക്ക് വോൾഡ് ആയിട്ട് മാറും. എന്നിട്ട് അവിടെ പിഗ്മെന്റ്സ് എല്ലാം ലോസ്റ്റ് ചെയ്യും. പിഗ്മെന്റ്സ് ലോസ്റ്റ് ചെയ്തിട്ട് ഒരു പോളാർ നോഡ്യൂൾസിനെ ഡെവലപ്പ് ചെയ്തിട്ട് സൈറ്റോപ്ലാസം ഹോമോജിനസും വാക്യുലേറ്റഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവരുടെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹെറ്ററോസിസ്റ്റ് വെജിറ്റേറ്റീവ് സെൽസിന്റെ ട്രാൻസ്ഫോർമേഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു? വെജിറ്റേറ്റീവ് സെൽസ് തിക്ക് വോൾഡ് ആവുന്നു. അത് അവരുടെ പിഗ്മെന്റ്സിനെ എല്ലാം ലോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പോളാർ നോഡ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നു. പോളാർ നോഡ്യൂൾസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഹോമോജീനിയസ് ആവുന്നു. സൈറ്റോപ്ലാസം ഹോമോജീനിയസ് ആവും ആൻഡ് ഓൾസോ വാക്യുലേറ്റഡും ആവുന്നു. അവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത് ട്രൈക്കോംസിന്റെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു ഓവറോൾ ആയിട്ടുള്ള മ്യൂസിലേജിയസ് ബോൾസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മ്യൂസിലിഫോം ആയിട്ട് കാണപ്പെടുന്ന ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അവിടെ ഒരു ബ്രേക്കേജ് വരണം. ആ ഒരു ബ്രേക്കേജ് വന്നാൽ അത് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറാൻ പറ്റും. നമ്മൾ റീപ്രൊഡക്ഷൻ പഠിക്കുമ്പോൾ പഠിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു ബ്രേക്കേജ് നടക്കണം. ഇങ്ങനെ ഈ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറാനായിട്ടുള്ള ബ്രേക്കേജ് നടക്കുന്ന പോയിന്റ്സിനെയാണ് ഈ ഒരു ഹെറ്ററോസിസ്റ്റ് പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഹെറ്ററോസിസ്റ്റ് പ്രസന്റ് ആയിട്ടുള്ളത് ഉള്ള ആ ഒരു പൊസിഷൻ വെച്ചിട്ടാണ് ഈ ട്രൈക്കോംസ് എന്ത് ചെയ്യുന്നത്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ സമയത്ത് ബ്രേക്ക് ചെയ്യുന്നത്. സോ ദിസ് ഹെറ്ററോസിസ്റ്റ് പോർഷൻ ഈസ് നോൺ ആസ് ദ പോയിന്റ് ഓഫ് ബ്രേക്കേജ്. മനസ്സിലായല്ലോ? ഇനി അക്ടിനേറ്റ്സിന്റെ പ്രൊഡക്ഷനെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അക്ടിനേറ്റ്സ് എന്താണെന്ന് നമ്മൾ പഠിക്കും. സോ അക്ടിനേറ്റ്സിന്റെ പ്രൊഡക്ഷനെയും ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് പുതിയ ഫിലമെന്റ്സ് ആയിട്ട് ജെർമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നമ്മൾ പണ്ടേ പഠിക്കുന്ന ഒരു ഫംഗ്ഷനാണ് നൈട്രോജൻ ഫിക്സേഷൻ. സോ ബ്ലൂ ഗ്രീൻ ആൽഗയിലെ നൈട്രോജൻ ഫിക്സേഷനുള്ള മെയിൻ സൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹെറ്ററോസിസ്റ്റ് എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. സ്റ്റോറേജ് ഓർഗൻസ് ആയിട്ടും ഇവരെ സെർവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ ആണ്. സോ റീപ്രൊഡക്ഷനിൽ നമുക്ക് ഫ്രാഗ്മെന്റേഷൻ പഠിക്കണം, ഹോമോഗോണിയ പഠിക്കണം, അക്ടിനേറ്റ്സ് എന്താണെന്ന് പഠിക്കണം, ഹെറ്ററോസിസ്റ്റിന്റെ ജെർമിനേഷൻ പഠിക്കണം, എൻഡോസ്പോർ ഫോർമേഷൻ പഠിക്കണം. റീപ്രൊഡക്ഷനിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് എന്താ? ഫ്രാഗ്മെന്റേഷൻ. സോ ഫ്രാഗ്മെന്റേഷൻ എന്താണെന്ന് പറഞ്ഞാൽ മെക്കാനിക്കലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീൻസിലൂടെ ഇവരുടെ കോളനീസ് ഇങ്ങനെ ഒരു മ്യൂസിലേജിയസ് ബോൾസ് ആയിട്ട് കാണപ്പെടുന്ന അവരുടെ കോളനീസ് ബ്രേക്ക് ചെയ്യും. രണ്ടോ രണ്ടിലധികമായിട്ടുള്ള പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. ഓരോ പീസസും പുതിയ കോളനീസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫ്രാഗ്മെന്റേഷൻസിന്റെ കേസിൽ ഫിഗേഴ്സ് കൊടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കോളനി ബ്രേക്ക് ചെയ്ത് രണ്ടിലധികമായിട്ടുള്ള പീസസ് ആയിട്ട് മാറും. ഈ ഓരോ പീസസും പുതിയ കോളനി ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫ്രാഗ്മെന്റേഷന്റെ കേസിൽ. ഇനിയുള്ളത് ഹോർമോഗോണിയ ഫോർമേഷൻ ആണ്. ഒരു ഹോർമോഗോണിയത്തിൽ നിന്നും പുതിയ കോളനീസ് ഫോം ചെയ്യുന്നതുണ്ട്. അപ്പോൾ നമ്മൾ ഹോർമോഗോണിയ എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ 1 മാർക്കിന് ഹോർമോഗോണിയ എന്തെന്ന് ചോദിച്ചാൽ ട്രൈക്കോംസിന്റെ ഷോർട്ട് ലെന്ത് ഒരു റൗണ്ടഡ് എൻഡ്സിൽ കാണപ്പെടുന്ന ട്രൈക്കോംസിന്റെ ഒരു ഷോർട്ട് ലെന്ത്, അതാണ് ഹോമോഗോണിയ. ഹോമോഗോണിയത്തിന്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പം നമ്മൾ റൗണ്ടഡ് ആയിട്ടുള്ള എൻഡ്സിൽ കാണപ്പെടുന്ന ഒരു ഷോർട്ട് ലെന്ത് ആയിട്ടുള്ള ട്രൈക്കോംനിയാണ് ഇതെന്ന് പറയുന്നത് ഹോർമോഗോണിയ എന്ന് പറയുന്നത്. ഈ ഒരു ഹോർമോഗോണിയം, അപ്പോൾ ഹോർമോഗോണിയ എന്ന് പറയുന്നത് നോസ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ട്രൈക്കോംസിന്റെ ഒരു പാർട്ട് തന്നെയാണ്. ആ ഒരു പാർട്ടിൽ വീണ്ടും എന്തൊക്കെയോ നടക്കുന്നു, അതെന്താവുന്നു? ഈ ഒരു റീപ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഹോർമോഗോണിയം നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് ഇവർ ഈ ഒരു പുതിയ കോളനി ഫോർമേഷൻ നടത്തുന്നതെന്ന് പറയാം. ഹോർമോഗോണിയത്തിന് എങ്ങനെയാണ് ഒരു കോളനി ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇവരെന്ത് ചെയ്യുന്നു? ഒരു ഗ്ലൈഡിങ് മൂവ്മെന്റ് ഫോം ചെയ്യുന്നു. അപ്പം മ്യൂസിനേജിയസ് ആയിട്ടുള്ള ഷീറ്റിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് ഒരു ഗ്ലൈഡിങ് മൂവ്മെന്റ് പെർഫോം ചെയ്യുന്നു. ഹെറ്ററോസിസ്റ്റിന്റെ റീജിയൻസിലായിട്ട് ഈ ഫിലമെന്റ്സ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ബ്രേക്കേജ്. അപ്പം ഈ ഹെറ്ററോസിസ്റ്റിന്റെ ആ ഒരു ഏരിയാസിൽ നിന്നും ബ്രേക്ക് ചെയ്തിട്ട് ഫിലമെന്റ്സ് ഒരുപാട് പീസസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഫിലമെന്റ്സ് ബ്രേക്ക് ചെയ്തിട്ട് ഒരുപാട് പീസസ് ആയിട്ട്
ആയിട്ട് മാറുന്നു. അതിനുശേഷം ഈ ഹോർമോഗോണി എന്ത് ചെയ്യുന്നു? ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്നു. അപ്പോൾ ഈ ഫിലമെന്റ്സിന്റെ എണ്ണം കൂട്ടാനായിട്ട് വേണ്ടി ഒരുപാട് ഡിവിഷൻസ് അണ്ടർഗോ ചെയ്യുന്നു അഡൾട്ട് കോളനിയിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫിലമെന്റ്സ് ബ്രേക്ക് ചെയ്ത് ഒരുപാട് പീസസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്ന ഫിലമെന്റ്സ് ചില സമയത്ത് കൊളോണിയലായിട്ടുള്ള മ്യൂസിലേജിലേക്ക് എന്ത് ചെയ്യുന്നു? പി എസ് ചെയ്തിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള സബ്സ്ട്രേറ്റത്തിൽ അവർ തന്നെ പോയി അറ്റാച്ച് ചെയ്യും. എന്നിട്ട് മ്യൂസിലേജിയ ഷീത്ത് ഡെവലപ്പ് ചെയ്യും, വീണ്ടും ഡിവിഷൻ സംഭവിക്കും, പുതിയ കോളനീസ് ആയിട്ട് മാറും. ഇപ്പോൾ നോക്കൂ, നമ്മൾ രണ്ടാമത്തേൽ ഒരു മുഴുവനായിട്ടൊരു കോളനി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂ കോളനി ഫോം ചെയ്യുന്നത് നോക്കൂ, അവർ തമ്മിൽ അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സബ്സ്ട്രേറ്റത്തിൽ പോയി അറ്റാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ മ്യൂസിലേജിയുടെ ഷീത്ത് ഡെവലപ്പ് ചെയ്തിട്ട് ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് പുതിയ കോളനീസ് ഉണ്ടാകുന്നു. അപ്പം ഇങ്ങനെയാണ് ഹോർമോഗോണിയത്തിൽ നിന്നും ഒരു പുതിയ കോളനി ഫോം ചെയ്യുന്നത്. അപ്പോൾ ട്രൈക്കോംസിന് ഒരു പാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഷോർട്ട് ലെങ്തഡ് ആയിട്ടുള്ള ട്രൈക്കോംസ് ആയിട്ടുള്ള ഹോർമോഗോണിയിൽ നിന്നും എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫോർമേഷൻ ന്യൂ കോളനി ഫോർമേഷൻ ഉണ്ടാകുന്നതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതും ഫ്രാഗ്മെന്റേഷൻ വഴി തന്നെയാണ് ഉണ്ടാകുന്നത്. ഹെട്രോസിസ്റ്റിക് പോർഷനിലാണ് ഫ്രാഗ്മെന്റേഷൻ നടക്കുന്നത്. സോ ദിസ് ഹെട്രോസിസ്റ്റിക് പോർഷൻ ഈസ് നോൺ ആസ് ദ പോയിന്റ് ഓഫ് ബ്രേക്കേജ്. സോ ഹെട്രോസിസ്റ്റിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ച സമയത്ത് ഹെട്രോസിസ്റ്റിന് എന്തുകൊണ്ടാണ് ഒരു പോയിന്റ് ഓഫ് ബ്രേക്കേജ് എന്ന് പറയുന്നത്, അതിൻ്റെ ഹെൽപ്പ് എന്താണെന്നൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹോർമോഗോണിയ ഫോർമേഷൻസിലേക്ക് വെച്ച് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് അക്കൈനേറ്റ്സ് ആണ്. അക്കൈനേറ്റ്സ് എന്തെന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് പോൾസിനെയാണ് അക്കൈനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൈനേറ്റ്സ് മീൻസ് ഇപ്പം നമ്മൾ അവരുടെ യൂണിസെല്ലാർ ആയിട്ടാണ് കാണുന്നത്. തിക്ക് വാൾഡ് ആയിട്ടുള്ള പോൾസ് ആണ്. റെസ്റ്റിംഗ് ബോഡീസിലായിട്ട് തിക്ക് വാൾഡ് ആയിട്ടുള്ള സ്പോർട്സിനെയാണ് ഈ യൂണിസെല്ലാർ ആയിട്ടുള്ള സ്പോർട്സിനെയാണ് അക്കൈനേറ്റ്സ് എന്ന് പറയുന്നത്. ഒരുപാട് റിസർവ് ഫുഡ് അവർക്ക് പ്രസൻ്റ് ആണ്. അവരുടെ സൈറ്റോപ്ലാസത്തിലായിട്ട് ഒരുപാട് റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽസ് പ്രസൻ്റ് ആണ്. സോ അക്കൈനേറ്റ്സ് എന്ന് പറയുന്നത് അവർ റെസ്റ്റിംഗ് സ്പോർട്സ് എന്നും അറിയപ്പെടും. റെസ്റ്റിംഗ് ബോഡീസിൽ ഉള്ള ഈ ഒരു സ്പോർട്സ് ആയതുകൊണ്ടാണ് അവർ റെസ്റ്റിംഗ് സ്പോർട്സ് എന്ന് പറയുന്നത്. സോ അക്കൈനേറ്റ്സ് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് സ്പോർട്സ് ആണ്. അവർ യൂണിസെല്ലാർ ആണ്, തിക്ക് വോൾഡ് ആയിട്ടാണ് കാണുന്നത്. അവരുടെ സെൽസിനകത്ത് അല്ലെങ്കിൽ അവരുടെ സൈറ്റോപ്ലാസത്തിനകത്തായിട്ട് ഒരുപാട് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് പ്രസൻ്റ് ആണ്. സോ അവർ വെജിറ്റേറ്റീവ് സെൽസിനെക്കാട്ട് ലാർജറായിട്ടും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ വെജിറ്റേറ്റീവ് സെൽസിനെക്കാട്ട് ലാർജറായിട്ട് കാണപ്പെടുന്ന ഈ അക്കൈനേറ്റ്സ് ഫോം ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള വെജിറ്റേറ്റീവ് സെൽസ് ട്രാൻസ്ഫോർമേഷൻ വഴിയാണ്. സോ ദീസ് ആർ ഫോംഡ് ബൈ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് നോർമൽ വെജിറ്റേറ്റീവ് സെൽസ് ഡ്യൂറിങ് അൺഫേവബിൾ സീസൺസ്. സോ ഈ അൺഫേവബിൾ ആയിട്ടുള്ള സീസൺസിൽ എന്ത് ചെയ്യുന്നു? വെജിറ്റേറ്റീവ് സെൽസിൽ നിന്നും ഫോം ചെയ്യുന്നതാണ് ഈ ഒരു അക്കൈനേറ്റ്സ് എന്ന് പറയുന്നത്. അവർ വെജിറ്റേറ്റീവ് സെൽസിനെ കാട്ടി വലുതാണ്. അപ്പോൾ വെജിറ്റേറ്റീവ് സെൽസിനെ കാട്ടി ലാർജർ ആയിട്ടുള്ള അക്കൈനേറ്റ്സ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് സെൽസിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വഴിയാണ്. അൺഫേവബിൾ ആയിട്ടുള്ള സീസണിൽ വെജിറ്റേറ്റീവ് സെൽസ് ട്രാൻസ്ഫോം ചെയ്യുന്നു. ഈ ട്രാൻസ്ഫോർമേഷനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ട്. ഈ കെമിക്കൽ സബ്സ്റ്റൻസസിനെ സെക്രീറ്റ് ചെയ്യുന്നത് ഹെട്രോസിസ്റ്റ് ആണ്. സോ ഹെട്രോസിസ്റ്റ് കെമിക്കൽ സബ്സ്റ്റൻസിനെ സെക്രീറ്റ് ചെയ്യുന്നു. വെജിറ്റേറ്റീവ് സെൽസിനെക്കാട്ടി ലാർജർ ആയിട്ടുള്ള അക്കൈനേറ്റ്സ് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് സെൽസിൽ നിന്നും ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടാണ് ഈ ഒരു അക്കൈനേറ്റ്സ് ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അക്കൈനേറ്റ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അവർക്ക് 3 ലെയേർഡ് ആയിട്ടുള്ള സെൽ വാൾസ് ഉണ്ട്. അഡീഷണൽ കവറിംഗ് ആയിട്ടാണ് കാണുന്നത്, 3 ലെയേർഡ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചറിൽ നിന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിന്നും എല്ലാം തന്നെ ഇവർ ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഇവർ സിംഗിൾ ചെയിൻ ആയിട്ട് അല്ലെങ്കിൽ ലോങ് ചെയിൻ ആയിട്ടൊക്കെ കാണപ്പെടും. അതിനെയാണ് അക്കൈനേറ്റ്സ് എന്ന് പറയുന്നത്. അവർ പറയുന്ന മറ്റൊരു പേരാണ് റെസ്റ്റിംഗ് പോൾസ്. സോ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നതാണ് അക്കൈനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൈനേറ്റ്സ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് സെൽസിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് തന്നെ ഉണ്ടാകുന്നതാണ്. അവരുടെ സെൽ പ്രത്യേകത എന്താണ്? തിക്ക് വോൾഡ് ആയിട്ടാണ് കാണുന്നത്, യൂണിസെല്ലാർ ആണ്. അതാണ് അക്കൈനേറ്റ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ അക്കൈനേറ്റ്സും എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? റീപ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അക്കൈനേറ്റ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൈനേറ്റ്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുത്തു വേണമെങ്കിൽ ചോദിക്കാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഹെട്രോസിസ്റ്റിൻ്റെ ജെർമിനേഷനാണ്. സോ ഹെട്രോസിസ്റ്റിൻ്റെ ജെർമിനേഷൻ എന്ന് പറയുന്നത് ഈ ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് സ്പോർട്സ് ആയിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം ജനറലി ഡയറക്റ്റ് ആയിട്ട് ഇവർ പുതിയ ഫിലമെൻസിൽ നിന്നും പുതിയ ഫിലമെൻസിനെ ഫോം ചെയ്യാനായിട്ട് ജെർമിനേറ്റ് ചെയ്യുന്നു. സോ ദേ ഡയറക്ട്ലി ജെർമിനേറ്റ് ഫോം ന്യൂ ഫിലമെൻസ്. അപ്പോൾ ചില റെസ്റ്റിംഗ് പോൾസ് എന്ത് ചെയ്യുന്നു? ഡയറക്ട്ലി ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ ഫിലമെൻസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ പ്രോട്ടോപ്ലാസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് ജേം ലിങ്ക്സ് ആയിട്ട് ഫോം ചെയ്യുന്നു.
ഇപ്പോൾ ജേർമലിങ്സ് ആയിട്ട് ഇവർ ഫോം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഓരോ ജേർമലിങ്സും ഈ ഹെട്രോസിസ്റ്റ് റപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. അങ്ങനെ ഒരു പുതിയ ട്രൈക്കോം ഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഒരു ഹെട്രോസിസ്റ്റ് എടുക്കുവാണ്. ഈ ഹെട്രോസിസ്റ്റിൽ നിന്നും റെസ്റ്റിംഗ് ഫോഴ്സ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോഴ്സ് ഡിവിഷൻ നടക്കുന്നു. നമ്മൾ ഫിഗറിൽ നോക്കിയാൽ അറിയാം. എ പാർട്ട് എന്ന് പറയുന്നത് ഹെട്രോസിസ്റ്റ് ആണ്. ബി പാർട്ട് എന്ന് പറയുന്നത് എന്ത് നടക്കുന്നതാണ്, ട്രാൻസ്ഫേഴ്സ് ഡിവിഷൻ നടന്നിട്ട് ഹെട്രോസിസ്റ്റ് ഫുള്ളി റപ്ചർ ആയിട്ട് ഈ ജേർമലിങ്സ് പുറത്തേക്ക് വരുന്നു. ആ ജേർമലിങ്സ് ആണ് നമ്മളുടെ ട്രാൻസ്ഫേഴ്സ് ആയിട്ട് വരുന്ന ആ ഒരു സെല്ലിൻ്റെ ആ നിരയെന്ന് പറയുന്ന ജേർമലിങ്സ്. ഈ ജേർമലിങ്സ് പുതിയ പുതിയ ട്രൈക്കോംസ് ആയിട്ട് ഫോം ചെയ്യുന്നു. അതാണ് ജെർമിനേഷൻ ഓഫ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. അത് സിമ്പിളാണ്. നമ്മൾ കുറച്ച് ടഫായിട്ട് വന്നത് അക്വേനേറ്റ് മാത്രമാണ്. ബാക്കിയെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാം ഫ്രാഗ്മെൻറ്റേഷൻ തന്നെയാണ്. അടുത്തതെന്ന് പറയുന്നത് എൻഡോസ്പോർസ് ഫോർമേഷൻ ആണ്. സോ എൻഡോസ്പോർസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അവർ നേക്കഡ് ആയിട്ടുള്ള നോൺ ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള സ്പോർസ് ആണ്. എൻഡോജീനിയസ്ലി ആണ് അവർ ഫോം ചെയ്യുന്നത്. അപ്പം സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് പ്രോട്ടോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഓരോ ബിറ്റ്സ് ആയിട്ട് ഫോം ചെയ്യും. ഈ ബിറ്റ്സ് ഓരോന്നും എൻഡോസ്പോർസ് ആയിട്ട് ഫോം ചെയ്യും. പക്ഷേ എൻഡോസ്പോർസ് എന്ന് പറയുന്നത് എന്താണ്, തിൻ വോൾഡ് ആണ്. തിൻ വോൾഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഹൈലി റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി ഇല്ല. സോ ദേ ആർ നോട്ട് ദി ഹൈലി റെസിസ്റ്റൻറ്റ് ബോഡീസ്. അതുകൊണ്ട് തന്നെ അവരെ റെസ്റ്റിംഗ് സ്പോർസ് ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല. സോ റെസ്റ്റിംഗ് സ്പോർസ് എന്ന് പറഞ്ഞാൽ അവർ നല്ല തിക്ക് വോൾഡ് ആണ്, ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇവിടെ എൻഡോസ്പോർസ് എന്ന് പറയുന്നത് തിൻ വോൾഡ് ആണ്, അത്ര റെസിസ്റ്റൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ അവർ റെസ്റ്റിംഗ് സ്പോർസ് ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. സോ ഇവർ റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾസിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ വഴിയാണ് ഇവർ റിലീസ് ആവുന്നത്. സോ ക്യാപ്സ്യൂൾസിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ വഴി ഇവർ പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നു. പെട്ടെന്ന് ഈ എൻഡോസ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ ഫിലമെൻ്റ് ആയിട്ട് ഫോം ചെയ്യും. അതാണ് എൻഡോസ്പോർസിൽ നിന്നും ഉണ്ടാകുന്ന പുതിയ കോളനി അല്ലെങ്കിൽ പുതിയ ഫിലമെൻറ്റ്സ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പം എൻഡോസ്പോർസ് എങ്ങനെയാണ് ക്യാപ്സ്യൂൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്താണ് പുതിയ ഫിലമെൻ്റ് ഉണ്ടാകുന്നത്. ഇനി ഹെട്രോസിസ്റ്റ് എങ്ങനെയായിരുന്നു, ഹെട്രോസിസ്റ്റ് ഫുള്ളി ബ്രേക്ക് ആയിട്ട് ജേർമലിങ്സ് ഫോം ചെയ്ത് ആ ജേർമലിങ്സ് പിന്നീട് പുതിയ ട്രൈക്കോംസ് ആയിട്ട് മാറുന്നു. പിന്നെ അക്കേനേറ്റ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അക്കേനേറ്റ്സ് ആണ് നമുക്ക് കുറച്ചും കൂടെ ടഫായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്. റെസ്റ്റിംഗ് ഫോഴ്സിൻ്റെ ആ ഒരു ഫങ്ഷൻസ് നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. മാത്രമല്ല ആ തെക്ക് വാൾഡായിട്ടുള്ള അവരെ ആ ഒരു ഫീച്ചേഴ്സും എല്ലാം നല്ല രീതിയിൽ നോക്കണം. അതാണ് അക്കേനേറ്റ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ അക്കേനേറ്റ്സ് എങ്ങനെയാണ് പുതിയ ഫിലമെൻ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത്രയാണ് അക്കേനേറ്റ്സ്. ഇനി ഹോർമോഗോണി എങ്ങനെയായിരുന്നു, ഹോർമോഗോണി കൊളോണിയേറ്റ് ആയിട്ടുള്ള മ്യൂസിലേജസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അത് നമ്മൾ ഫിഗർ മാത്രം ഓർത്തിരുന്നാൽ മതി. അവർ സെപ്പറേറ്റ്ലി സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് ഉണ്ടാകുന്ന ആ ഒരു കോളനി അല്ലെങ്കിൽ ജെലാറ്റിനേസ് മാട്രിക്സ് വഴി മാട്രിക്സ് ആയിട്ട് ഫോം ചെയ്ത് അവർ സെപ്പറേറ്റ് ആയിട്ട് സബ്സ്ട്രേറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് പുതിയ കോളനി ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു. ഹോർമോഗോണി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ ഫസ്റ്റ് ആയിരുന്നു. ഫ്രാഗ്മെൻറ്റേഷൻ സിമ്പിളാണ്. എന്താണ് ഫ്രാഗ്മെൻറ്റേഷൻ മീൻസ് പുതിയ പീസസ് ആയിട്ട് അവർ കട്ട് ചെയ്തിട്ട് ഓരോ പീസസും പുതിയ കോളനീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയുള്ള റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇത്രയുള്ള റീപ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഓരോ ഫിഗേഴ്സും നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ഫിഗേഴ്സ് പഠിച്ചു വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പോർഷൻസ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ ഹോർമോഗോണീസിനാണെങ്കിൽ നമുക്ക് ഫിഗർ പഠിച്ചു വെച്ചാൽ ഓർമ്മ വരും. അതുപോലെ തന്നെ നമ്മൾ ഹെട്രോസിസ്റ്റിൻ്റെ ജെർമിനേഷനും ഫിഗർ ഓർത്ത് വെച്ചാൽ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ജേർമലിങ്സിൻ്റെയൊക്കെ ആ ഒരു വാക്കുകളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് കിട്ടും. സോ ഇത്രയും നമ്മൾ നോസ്റ്റോക്ക് പഠിക്കണം. നോസ്റ്റോക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോസ്റ്റോക്കിൽ നിന്ന് നിങ്ങൾക്ക് റീപ്രൊഡക്ഷൻ സെപ്പറേറ്റ് എന്താണ് നോസ്റ്റോക്ക് റീപ്രൊഡക്ഷൻ ചോദിക്കാം. അത് കൂടാതെ അക്കാനീറ്റ്സ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് സ്പോർട്സിനെ കുറിച്ച് സെപ്പറേറ്റ് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് റീപ്രൊഡക്ഷൻ എടുത്ത് വേണമെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കാം. അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇനി വേണമെങ്കിൽ മുഴുവനായിട്ട് സൈനോഫൈസി ക്ലാസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഫൈക്കോളജി ബ്രാഞ്ചിലെ ക്ലാസ് സൈനോഫൈസിയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ സൈനോഫൈസിയുടെ ജനറൽ ക്യാരക്ടേഴ്സും എഴുതണം. പിന്നെ എന്ത് എഴുതണം, നോസ്റ്റോക്കിനെ കുറിച്ചും എഴുതണം. നമുക്ക് പഠിക്കാനുള്ള നോസ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോസ്റ്റോക്കിൻ്റെ ആ ഒരു എക്സാമ്പിളും എഴുതണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്ലാസ് സൈനോഫൈസിൽ പഠിക്കാനുള്ളത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോർഷൻ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ് ക്ലാസ് ഫൈക്കോളജി ക്ലാസ്സുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.